സത്യഭാമ പറയുന്നത് പട്ടിയുടെ വാലിലും ഇപ്പോൾ ഭരതനാട്യമാണ്. ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുകയാണ്. ഞാൻ പഠിക്കുമ്പോൾ, അതായത് സത്യഭാമ പഠിക്കുമ്പോൾ കലാമണ്ഡലത്തിൽ 4 കൊല്ലം ആകെ 22 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 250 കുട്ടികളാണ് 4 കൊല്ലത്തിൽ വിവിധ കോഴ്സുകൾ പഠിക്കുന്നതെന്നാണ്. അപ്പോൾ ഈ കറുത്ത കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, കറുത്ത കുട്ടികൾക്കാണ് എങ്കിൽ സത്യഭാമ നിർദ്ദേശിക്കുന്നത് ചില പ്രത്യേക മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ്. അവർക്ക് 5000 രൂപയാണത്രേ പ്രത്യേക ചാർജ്. അവരെ മേക്കപ്പ് ചെയ്താൽ കുട്ടിയെ പോലും തിരിച്ചറിയില്ല എന്നാണ് പറയുന്നത്. മേക്കപ്പ് ചെയ്ത് വൃത്തിയാക്കുന്ന ചിലർ ഇറങ്ങിയിട്ടുണ്ട് എന്നും പറയുകയാണ്. എന്ന് വെച്ചാൽ കുട്ടി വൃത്തിയില്ല, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വൃത്തിയാക്കി വിടുന്ന രീതിയിൽ ചില മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ടെന്നാണ്. ഇതാണ് അവരുടെ ഈ രഞ്ജിമാർ കൈകാര്യം ചെയ്യുന്ന മേഖലയെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം. ഈ ഒരു പ്രസ്താവന ഞാനും കേൾക്കുകയുണ്ടായി. സത്യഭാമ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു അഭിപ്രായത്തോടല്ല ഞാനിപ്പോൾ മറുപടി പറയുന്നത്. കേരളത്തിലുള്ള ഇത്തരം ചിന്താഗതികളുള്ള എല്ലാവരോടും കൂടിയാണ് ഞാൻ ഈ മറുപടി പറയുന്നത്. ഒരിക്കലും മേക്കപ്പ് എന്ന് പറയുന്ന ഒരു കലയെ ആ ഒരു പ്രവണതയിലേക്ക് കൊണ്ടുവരണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. നൃത്തലോകത്ത് മേക്കപ്പ് ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൃത്താധ്യാപകർ തന്നെയാണ് നമുക്ക് നിർദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ രാമകൃഷ്ണനെ പോലുള്ള അധ്യാപകർ തന്നെ നമ്മളോട് പറയാറുണ്ട്, ഇതുപോലെ ആയിരിക്കണം വരയ്ക്കുന്നത്, ഇതുപോലെ ആയിരിക്കണം കണ്ണെഴുതേണ്ടത്. അത് അതിൻ്റെതായിട്ട് നിർദ്ദേശങ്ങൾ അവർ തന്നെ നിർദ്ദേശിക്കുന്നു, അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് ഒരാളെ രൂപമാറ്റം മാറ്റിയൊന്നും നമ്മൾ കൊണ്ടുപോയി വേദിയിൽ നിർത്താറില്ല എന്ന് വേണം പറയേണ്ടത്. അതാണ് ഇപ്പോൾ പറഞ്ഞു തന്നെയാണ് അതിനകത്ത് അടിസ്ഥാനപരമായ വിഷയം. അതായത് ഇപ്പോൾ ഒരു വെളുത്ത കുട്ടിയോട് സത്യഭാമ പറയും, നീ 2500 രൂപ പ്രതിഫലം വാങ്ങുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ മതി. ഒരു കറുത്ത കുട്ടിയോട് സത്യഭാമ പറയും, നീ 5000 രൂപ പ്രതിഫലം വാങ്ങുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകണം. അതായത് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഒരു കുട്ടിയുടെ മോഹിനിയാട്ട കലാകാരിയെ അതിൻ്റെ ഇപ്പം നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലുള്ള വശങ്ങളാണോ ശ്രദ്ധിക്കുക, അതോ ആ കുട്ടിയെ, കറുത്ത കുട്ടിയെ വെളുത്തതാക്കുകയാണോ ചെയ്യുക? സത്യഭാമയെ പോലുള്ള നീച സ്വഭാവം ഉള്ളവർ ഇത്തരം കാര്യങ്ങൾ തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന തിരുവനന്തപുരം ജില്ലാ കലോത്സവത്തിന് സ്വന്തം കുട്ടിക്ക്, അതും ഒരു കറുത്ത കുട്ടിയാണെന്നാണ് എൻ്റെ ഓർമ്മ, നിറം കുറഞ്ഞ കുട്ടിയായിരുന്നു. ആ കുട്ടി മേക്കപ്പ് ചെയ്ത് സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്ത് ആ കുട്ടിക്ക് സമ്മാനം കിട്ടിയില്ല എന്ന കാരണത്താൽ ഉടുവസ്ത്രം പൊക്കി കാണിക്കുവാൻ ധൈര്യം കാണിച്ച ഒരു സ്ത്രീയാണ് സത്യഭാമ. അത്തരം പ്രവണതകൾ കാത്തു സൂക്ഷിക്കുന്ന സത്യഭാമയുടെ ഇത്തരം നീചമായിട്ടുള്ള പ്രസ്താവനകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് നമ്മുടെ നിലവാരം കുറയ്ക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. Debate with MV Nikesh Kumar.